കുട്ടി അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ADHD എന്ന് ലേബൽ ചെയ്യാൻ പറ്റില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ADHD എന്ന് പറയുന്നത്. അവനെ കണ്ടുപഠിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പലപ്പോഴും അവനത് ചെയ്തുണ്ടോ, നിനക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതൊരു പ്രിക്ക് തന്നെയാണ്. അവയർനെസ് ഇല്ലാത്ത പാരന്റ്സിനെ നമുക്ക് കിട്ടുന്നുണ്ട്, സ്റ്റിൽ കിട്ടുന്നുണ്ട്. അത് മനസ്സിലായാലും എന്റെ കുഞ്ഞിന് അങ്ങനെയാണ് എന്ന അക്സെപ്റ്റൻസ് ആണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ടീനേജ് കുട്ടികൾ ഡെഫിനറ്റ്ലി അവർ അവെയർ ആണ് എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഈ മൂഡ് സ്വിങ്സ് വരുന്നത്, പാരന്റ്സിനെ അത് എങ്ങനെ ബാധിക്കുന്നു, എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അവർ അവെയർ ആണ്. ഒരു കുഞ്ഞിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം ഈ കുഞ്ഞ് വലുതായി ഇനി വേറൊരു തലമുറയെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. ആ രീതി മതി നമുക്ക്, ആ കോൺഷ്യസ് പാരന്റിങ് അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ പറഞ്ഞ മാമിന് തന്നെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യുണീക്കായിട്ട് തോന്നിയിട്ടുള്ള അത് ഞാൻ ഒരു പൊതുജന ശ്രദ്ധയ്ക്ക് എന്നുള്ള രീതിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു അവയർനെസ് ഇല്ലാത്ത പാരന്റ്സിനെ നമുക്ക് കിട്ടുന്നുണ്ട്, സ്റ്റിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ADHD പോലെയുള്ള ഓട്ടിസം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അതെ, അവർക്കൊരു അത് മനസ്സിലായാലും എന്റെ കുഞ്ഞിന് അങ്ങനെയാണ് എന്ന അക്സെപ്റ്റൻസ് ആണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഫാമിലി പരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയൂല്ലോ, ഫാമിലിയുടെ അകത്തുള്ള ചില ജനറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തേക്കെന്ന് പറഞ്ഞ പോലെ തന്നെ ഫാമിലിയുടെ അകത്ത് അന്തരീക്ഷം ഇതിനകത്തൊരു പ്രധാന ഫാക്ടർ അല്ലേ? ഡെഫിനറ്റ്ലി യെസ്. അതായത് കുട്ടിയോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയം എത്ര ഇന്റർ കണക്റ്റഡ് ആണ് പാരന്റ്സ് തമ്മിൽ, അവർ തമ്മിലുള്ള സ്നേഹവും അവർ തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും കണ്ടു വേണം കുഞ്ഞുങ്ങൾ വളരാൻ. അത് സ്നേഹിക്കുന്നതും കാണണം, ചെറിയ ചെറിയ പിണക്കങ്ങളും കാണണം, എങ്ങനെ അവർ റിസോൾവ് ചെയ്യുന്നതും കാണണം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത്, എംപത്തറ്റിക് ആവുന്നത്. ഇപ്പം പല കുട്ടികളും ഇത് മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഇന്ന് എന്തുകൊണ്ടാണ് തലവേദന വന്നത്. നമ്മുടെ അടുത്ത് ടീനേജിൽ വരുന്ന കുഞ്ഞുങ്ങൾ മദേഴ്സിന്റെ PMSനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വി ഫീൽ ലൈക്ക് റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. അതായത് കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അത് ശരിക്കും ആ ഒരു ഫാമിലി ഡൈനാമിക്സിൽ അവർ എത്രത്തോളം അത് കാണുന്നുണ്ട്, അവർ എത്രത്തോളം ബോണ്ടഡ് ആണ്, എത്രത്തോളം അവര് വിമുഖതയൊന്നും ഇല്ലാതെ ഈ ടോപ്പിക്സ് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റിന്റെ ഒരു സ്വാധീനവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്റർനെറ്റിന്റെ സ്വാധീനമുണ്ട്, ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഉണ്ട്, സ്കൂളിൽ ഇവർക്ക് സെക്സ് എഡ്യൂക്കേഷനും അഡോളസന്റ് എഡ്യൂക്കേഷനും ഒക്കെ കിട്ടുന്നുണ്ട്. എന്താണ് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും വരുന്ന വ്യത്യാസങ്ങളെന്ന് മനസ്സിലാവുന്നുണ്ട്. നാച്ചുറലായിട്ട് കാണേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞ മൂഡ് സ്വിങ്സ് ഒക്കെ നമ്മുടെ പാരന്റ്സിനും ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കാം അല്ലെ ദേഷ്യം കാണിക്കുന്നത്. എക്സാക്ട്ലി. അതൊരു നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രം പറയുന്നതിനിടയ്ക്ക് അതൊരു പോയിന്റ് ആണ്, നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തൊരു സാധനം തോന്നുന്നു. ശരിക്കും ഇപ്പോഴത്തെ ഒരു ടീനേജ് കുട്ടികൾ ഡെഫിനറ്റ്ലി അവർ അവെയർ ആണ് എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഈ മൂഡ് സ്വിങ്സ് വരുന്നത്, പാരന്റ്സിനെ അത് എങ്ങനെ ബാധിക്കുന്നു, എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അവർ അവെയർ ആണ്. ഈ കുട്ടികളുടെ സിബ്ലിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരാള് ഇപ്പം രണ്ടുപേരും ഒരുപോലെ മികച്ചതാകണമെന്നില്ലല്ലോ എല്ലാ ഒരു ഫാക്ടറിന്, എല്ലാ ഒരു ഇതിനകത്തും. അപ്പോൾ ആ എക്സലായി നിൽക്കുന്ന ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലോ മറ്റേയാൾ എത്താത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കമ്പാരിസൺ ഉണ്ടാകാറുണ്ട്. അത് കുട്ടികളെ വളരെ കാര്യമായി ബാധിക്കാറുണ്ടോ? ഇത് എങ്ങനെ ഇത് പറയാന്നറിയോ, നമ്മൾ ഈ ബർത്ത് ഓർഡർ പറയുമല്ലോ, സൈക്കോളജിയിൽ തിയറി ഉണ്ട്, ആൽഫ്രഡ് തിയറി ഓഫ് ബർത്ത് ഓർഡർ തിയറി ഒക്കെ ഉണ്ട്. മുതിർന്ന കുട്ടി, ഇപ്പൊ 3 കുട്ടികളുള്ളൊരു വീടാണെന്ന് വെക്കുക, നമുക്ക് ആ ഒരു എക്സാമ്പിൾ ഇപ്പൊ അങ്ങനെയാണല്ലോ നമുക്ക് പറയാൻ പറ്റുക. ഇപ്പൊ മൂത്ത കുട്ടി ചിലപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂത്ത കുട്ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു റോൾ മോഡലായിരിക്കും. അതുപോലെ പാരന്റ്സ് ശരിക്കും ഒരു മാനുവൽ ആയിട്ടായിരിക്കാം അവനെ കൺസിഡർ ചെയ്യുന്നത്, ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ. ഇത് 2 രീതിയിൽ ആ കുട്ടീനെ ബാധിക്കാം. ഒന്ന്, ആ കുട്ടിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വരാം, പ്രോബ്ലം സോൾവിങ് വരാം, കുട്ടി ഒരു കോൺഫിഡന്റ് ആയിട്ട് വളരാം. മറ്റേത് സെക്കൻഡ് രീതിയിൽ നെഗറ്റീവായിട്ട് നോക്കുവാണെങ്കിൽ എല്ലായിടത്തുനിന്നും ക്രിറ്റിസിസം, നീ നല്ലതാവണം, നീ എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറണം എന്നുള്ളൊരു എന്താ പറയാ ഈ സ്ട്രിക്റ്റ് നിയമങ്ങളായിരിക്കാം ചിലപ്പോൾ കിട്ടുക. ഈ മിഡിൽ ചൈൽഡ് സിൻഡ്രോം കേട്ടിട്ടുണ്ടാവില്ല, നടുക്കത്തെ കുട്ടിക്ക് വരുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഞാനിതിൽ ഏതിലാ പെടുക, ഞാൻ വളർന്നോ, അതോ എനിക്ക് അഭിപ്രായം പറയാവോ? അങ്ങനെ മിഡിൽ ചൈൽഡ് കുഞ്ഞുങ്ങൾക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു സർവൈവൽ സ്കിൽസ് കൂടുതലാണ്. അവർ വേണ്ടത്ര പെടാത്തത് കൊണ്ട് അവർക്ക് സർവൈവൽ സ്കിൽസ് കൂടുതലാണ്. അവർ എവിടെ നിന്നാലും അവർ ഇതാവും. പക്ഷെ അവർക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഒരു പ്രശ്നം ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. അവർക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം, പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റൻസ് കിട്ടാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, എനിക്ക് അറ്റൻഷൻ കുറവാണല്ലോ കിട്ടുന്നത്, അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഈ തെറപ്പി സെറ്റിംഗ്സിൽ നമ്മൾ കാണുന്നുണ്ട്. ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നടക്കാം. ഒന്ന്, എല്ലാവരാലും പാമ്പർ ചെയ്യപ്പെട്ട് ഓവർ ഡിപ്പെൻഡൻസ് ആയി ഇമോഷണൽ നീഡ്സ് ഒക്കെ ടേക്ക് കെയർ ചെയ്ത്, എല്ലാ ഫാമിലിയിലും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, നേരെ മറിച്ചും ആവാം. അതായത് ഈ കുട്ടി നീ വളർന്നോളും, നീ എങ്ങനെയാലും
സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് വളർന്നോളും. അവർക്കും സർവൈവൽ സ്കിൽസ് ഉണ്ട്. ചില സമയങ്ങളിൽ ഒരു ഓവർ ഡിപ്പെൻഡൻസും ഇമോഷണൽ ഡിപ്പെൻഡൻസും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മാം ഇപ്പം മൂത്ത കുട്ടിക്ക് ഉത്തരവാദിത്തം കൂടുതലുള്ളതിന്റെ പേരിലുള്ള കൺഫ്യൂഷൻസും അങ്ങനെയും ഉറപ്പായിട്ടും വരാറുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ്, ലീഡർഷിപ്പ് ക്വാളിറ്റി വരുമ്പോൾ തന്നെ മൂത്ത കുട്ടിക്ക് വരുന്നത് ഓവർ ബേർഡൻ ആയിരിക്കും. ഞാൻ ഗുഡ് ബുക്കിൽ നിൽക്കണം എന്നുള്ളൊരവസ്ഥ. ഇനിയാണ് ഈ പറഞ്ഞ കമ്പാരിസൺ. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ എഫേർട്ടിനെ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ റിസൾട്ട് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഇപ്പൊ എൻ റിസൾട്ട് എന്ന് പറയുന്നത് ഇവർ 3 പേരും ഒരുപോലെ പഠിച്ചിട്ടുണ്ടാവാം. എൻ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പം ഇളയ കുട്ടിക്ക് കുറവും മൂത്ത കുട്ടിക്ക് കൂടുതലും ആയിരിക്കാം. ഏറ്റവും കൂടുതൽ കമ്പാരിസൺ, നീ അവന്റെ അനിയനല്ലേ, ഇങ്ങനെ പഠിച്ചാൽ മതിയാ, നീ ഇങ്ങനെയാണോ പഠിക്കേണ്ടത്, എന്നാലും നീ അവന്റെ അനിയൻ എങ്ങനെയായി. അപ്പൊ ഇങ്ങനെ വരുന്ന കമന്റ്സും കമ്പാരിസണും ശരിക്കും കുഞ്ഞുങ്ങളെ ഹേർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു മാം കുഞ്ഞുങ്ങളെ മാത്രമല്ലല്ലോ അത് ഹേർട്ട് ചെയ്യുക അല്ലേ? കുഞ്ഞുങ്ങളെ മാത്രമല്ല ഹേർട്ട് ചെയ്യുക, ഉറപ്പായിട്ടും മുതിർന്ന ആളുകളെയും. നിന്റെ ചേട്ടന്റെ പോലെ നീ എത്തിയില്ലല്ലോ, നിന്റെ അനിയന്റെ പോലെ നീ എത്തിയില്ലല്ലോ. എനിക്ക് നമ്മുടെ മനസ്സിലത് കുറെ കാലം കിടക്കുന്ന എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു കമ്പാരിസൺ ഒക്കെ അല്ലേ. അത് എനിക്ക് ചെറിയ പ്രായത്തിലെ നമ്മൾ ശ്രദ്ധിച്ചു വരും. അപ്പം മാം പറഞ്ഞ പോലെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള പാരന്റിങ് നടത്തുന്നതിന്റെ കൂടെ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നു മേ ബി പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് കുറവായാലും എന്ത് പറയാൻ പാടില്ല എന്ന് ഒരു അവയർനെസ് ഉണ്ടാവുന്നത് നല്ലതായി. അൺലേൺ ചെയ്യണം എന്ന് പറഞ്ഞു കേൾക്കാം പല കാര്യങ്ങളും. പലത് ലേൺ ചെയ്ത് വെച്ച പലതും അൺലേൺ ചെയ്ത് നമ്മൾ ക്ലീൻ ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണല്ലോ ചെയ്യുന്നതെന്നല്ലേ. പക്ഷെ നമ്മളത് എത്ര അവനെ കണ്ടുപഠിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പലപ്പോഴും അവനത് ചെയ്തുണ്ടോ, നിനക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതൊരു പ്രിക്ക് തന്നെയാണ്. നമുക്ക് എന്ത് പറയണ്ടെന്ന് നമുക്ക് പതുക്കെ ശീലിക്കാം അല്ലെ? എന്ത് പറയണ്ട എന്ന് നമുക്ക് ശീലിക്കാം. അതെ, എന്ത് പറയണ്ട എന്നുള്ളതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. കാര്യം പലപ്പോഴും പറഞ്ഞതിന് ശേഷമാവും നമ്മൾ ചിന്തിക്കുക, അത് പറയേണ്ടിയില്ല. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും, ചിലപ്പോൾ അവനത് ഇഷ്ടമല്ലെങ്കിൽ അവൾക്കത് ഇഷ്ടമല്ല, അത് പറയേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ബോധം വരും. കൺഫ്യൂസ് ചെയ്യുക. കുഞ്ഞിനോട് നമുക്ക് പറയാം, ചെന്ന് കൺഫ്യൂസ് ചെയ്യുന്നോണ്ട് തെറ്റൊന്നുമില്ല. കുഞ്ഞിനോട് നമുക്ക് ചെന്നിട്ട് എന്തായിരുന്നു എന്നൊന്ന് ലൈക്ക് ഈ വിചിന്തനം എന്നൊക്കെ പറയില്ലേ, ലൈക്ക് തിങ്ക് അഗൈൻ റിഫ്ലെക്ട്, അതിൽ തെറ്റൊന്നുമില്ല. കുട്ടികളോടായാലും നമുക്ക് സോറി പറയാമോ എന്ന് ചോദിക്കാൻ അല്ലേ, ഒരു അപ്പോളജി പറയാം. ചിലപ്പോൾ അവരത് അത്ര വിഷമമായില്ലെങ്കിൽ നമുക്കതൊരു ആശ്വാസമാവും. പറയാൻ മടിക്കണ്ട. അതിൽ പാരന്റ്സിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും അവരോടൊരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മളതൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോഴൊക്കെ ചിന്തിക്കുമ്പോഴേക്കൊക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്നൊക്കെ ഫിസിക്കലി തന്നെ ഒത്തിരി മാറി നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ പലപ്പോഴും ഇവരോട് പെരുമാറിയിട്ടുള്ളത് പോലും ചിന്തിച്ച് നോക്കുക. ഇവർ ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനിൽ കുട്ടികൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇവർ ഒത്തിരി ഫിസിക്കൽ ഇൻറ്റിമസി ആഗ്രഹിക്കുന്നുണ്ട്, പാരൻസ് അടുത്തിരിക്കണം എന്നും. അല്ലാണ്ട് എന്നോട് പല ടീനേജ് കുഞ്ഞുങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്, ആ സമയത്ത് ഞങ്ങളുടെ അടുത്തൊന്ന് ഇരുന്നാൽ മതി, അല്ലാണ്ട് അപ്പോഴും ജഡ്ജ് ചെയ്യാതെ, നീ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് മാർക്ക് കുറവായിരിക്കും, എനിക്ക് അറിയാമായിരുന്നു. ഇതൊക്കെ നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സ് കുട്ടികൾ നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്ങിൽ പറയുന്നതാണല്ലോ. അപ്പൊ ഞാനൊരു കുട്ടിയോട് വളരെ വളരെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ചോദിച്ചു, ശരിക്കും നിനക്ക് എങ്ങനെ ഇഷ്ടം, വീട്ടിൽ എങ്ങനെയാ ഇഷ്ടം? ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ പറയാൻ പറ്റുമോ ഇവരോട് ഒച്ച ഉണ്ടാക്കാതിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട എനിക്ക്. മാം അതുപോലെ ഇപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ ADHD എനിക്ക് തോന്നുന്നു ഞാനും മാമും പലവട്ടം പല സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടാവും. എന്നാലും ഇപ്പൊ കുട്ടികളുടെ ADHD പോലും മനസ്സിലാക്കാതെ വരുന്ന പാരന്റ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ട്. ADHD തന്നെയല്ല, കുട്ടികളുടെ ഇത്തരം വിഷയങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ADHDയുടെ കാര്യത്തിൽ അത് സമയത്ത് ട്രീറ്റ് ചെയ്യാതെ വരുമ്പം അഡൽട്ട് ADHDയിലേക്കും ബിഹേവിയറൽ ഇഷ്യൂ അങ്ങനെയൊക്കെ പോവാന്ന് പറയാറുണ്ട്. അപ്പം അത് നമ്മൾ എങ്ങനെയാണതൊന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മിനിമം ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇപ്പോഴേ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടത് ഏത് സാഹചര്യത്തിലാണ്? ഇപ്പൊ ADHDയിൽ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ADHD എന്ന് പറയുന്നതിന് നമുക്ക് കുറച്ച് സബ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഒരു അസസ്മെന്റ് എടുത്ത് പല സെറ്റിംഗ്സിൽ നമ്മൾ നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. കുട്ടി അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ADHD എന്ന് ലേബൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ADHD എന്ന് പറയുന്നത്. അതിൽ അറ്റൻഷൻ എന്ന് പറയുന്ന കാര്യം അഫക്റ്റഡ് ആവാം. പ്രിഡോമിനന്റ്ലി ഇൻഅറ്റന്റീവ് ADHD വരാം, പ്രിഡോമിനന്റ്ലി ഇമ്പൾസീവ് ഹൈപ്പർ ആക്ടിവിറ്റി വരാം, പ്രിഡോമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ്, അതായത് ശ്രദ്ധയില്ലായ്മ വരാം. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇമ്പൾസീവ് ആണ് കുട്ടി. അതായത് ഇപ്പൊ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ കുട്ടി കാണിക്കുന്ന ആ തിടുക്കം, വ്യഗ്രത. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഇരിക്കാൻ സിറ്റിംഗ് ടോളറൻസ് തീരെ പറ്റുന്നില്ല. ക്ലാസ് റൂം സെറ്റിംഗ്സിലോ പഠിക്കാൻ, അതെ, അപ്പൊ അവർക്ക് തീരെ പറ്റുന്നില്ല. ഒരു പരിധി വരെ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും കളിച്ച് നടക്കുന്ന പ്രായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വികൃതിന്ന് വിളിക്കും. പാർക്കിലും നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴൊക്കെ കുട്ടികൾ ഓടിക്കളിക്കാറില്ലേ? നമ്മളും ഇതുപോലെയായിരുന്നു, നമ്മൾ ഓടിക്കളിക്കാറുണ്ട്. പല പാരന്റ്സും വന്നിട്ട് അവര് പറയാറുണ്ട്, അവർ ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ടാ വരിക,
അതായത് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് 4 തവണ എഴുന്നേറ്റ് നടന്നു, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് കുറേ സംശയങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം, വെള്ളം കുടിക്കണം, ഇങ്ങനെയൊക്കെ ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇന്ന റീസൺസ് ഉണ്ടാണ് ഞങ്ങൾ ADHD എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതെ അതെ അവർ ലേബൽ ചെയ്താ വരുന്ന കുഞ്ഞിനെയും കൊണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് തോന്നി. അതുപോലെ പല സെറ്റിങ്സിൽ സ്കൂൾ റിപ്പോർട്ട് ഫോം കൊടുത്തു വിടാറുണ്ട്. സ്കൂളിൽ നിന്നുള്ള അനാലിസിസ് എന്താണ്, സ്കൂൾ റിപ്പോർട്ട് ഫോം നമ്മൾ കൊടുത്തു വിടും. ടീച്ചേഴ്സ് അത് ഫില്ല് ചെയ്ത് തരും. ഏത് സെറ്റിങ്ങിലാണ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. PT പീരീഡ് പിന്നെ കുട്ടി ഓടണ്ടേ, മാത്സ് പീരീഡ് കുട്ടിക്ക് കൂടുതൽ അറ്റൻഷൻ വേണം. ഒരു ലാംഗ്വേജ് ലാബിൽ കുട്ടി സൈലന്റ് ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ. അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എക്സ്റ്റെമ്പറോ അല്ലെങ്കിൽ എലക്യൂഷനോ പറയുന്ന സമയത്ത് കുട്ടി നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ടീച്ചേഴ്സിന് അത് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഇന്നറ്റൻഷൻ ആണോ. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു 6 വയസ്സിന് ശേഷം ഇവർക്ക് വരുന്ന സിറ്റിംഗ് ടോളറൻസ് ഇല്ലായ്മ. 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടും കുട്ടി ഇരിക്കുന്നില്ല. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ കുട്ടി മാത്രം ഇങ്ങനെ ഓടി നടക്കുകയാണ്. കുട്ടിക്ക് ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ ഇരിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കുട്ടിക്ക് മറന്നു പോകുന്നു. ബാക്കി ക്വസ്റ്റ്യനിൽ പഠിപ്പിച്ച് വിട്ടൊക്കെ ഓർമ്മയുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എഴുതുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കുട്ടി വിട്ടുപോകുന്നു മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ. അതുപോലെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. കുട്ടി ഇരിക്കുന്നിടത്ത് ഇരിക്കാണ്ട് ഇമ്പൾസീവ് ആയിട്ട് ഇങ്ങനെ ശരീരം വിറപ്പിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ഫിഡ്ജറ്റ് ചെയ്യുക, ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലോ സെറ്റിങ്ങിലോ കൊണ്ടുപോകാൻ പറ്റാതാവുക. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സിംറ്റംസ് പല സെറ്റിങ്ങിൽ അനലൈസ് ചെയ്താണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു എക്സ്പെർട്ട് ഒപ്പീനിയനിൽ തന്നെ ചെയ്യണം. നമ്മളങ്ങ് കുട്ടി ഈ പറഞ്ഞതുപോലെ ഈ കുട്ടി അടങ്ങിയിരിക്കുന്നില്ല, അന്ന് ഞാൻ TV കണ്ടതുപോലെ ADHD ആണെന്ന് തോന്നുന്നു, ആ സിനിമയിൽ കണ്ടതുപോലെ ഇനി ഈ കുട്ടിക്ക് പഠിക്കാൻ പ്രശ്നമായിരിക്കും, അങ്ങനെ ലേബൽ ചെയ്യാതിരിക്കുക. പിന്നെ ഒരു 30 to 40% കുഞ്ഞുങ്ങളിൽ നമ്മൾ പഠനവൈകല്യത്തിന്റെ ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. എന്ന് വെച്ചിട്ട് പഠനവൈകല്യമാണെന്നല്ല, പഠനവൈകല്യത്തിന്റെ ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് എടുത്ത് ഏത് പ്രോബ്ലം ആണ് കുഞ്ഞിനുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഏത് ഡിസബിലിറ്റി, ഡിസ്ലെക്സി ആണോ, റീഡിംഗ് ആണോ, റൈറ്റിംഗ് ആണോ, പലതരത്തിലാകാം. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഏത് കാറ്റഗറിയിലേക്കാണ് കുഞ്ഞു വരുന്നത്, എഴുതാനാണോ, കോംപ്രിഹെൻഡ് ചെയ്യാനാണോ. നോക്കൂ, ലേണിംഗിന്റെ ആസ്പെക്ട്സ് വായിക്കുക, റീഡിംഗ്, സ്പെല്ലിംഗ്, റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ, ഓറൽ എക്സ്പ്രഷൻ, റിട്ടൺ എക്സ്പ്രഷൻ. അതായത് വായിക്കുമ്പോൾ അക്ഷരങ്ങളിൽ വരേണ്ട വ്യക്തത, പിന്നെ മനസ്സിലാക്കുക, കോംപ്രിഹെൻഷൻ, ഓറൽ എക്സ്പ്രഷൻ, പഠിച്ചത് തന്നെയാണോ പറയുന്നത്, റിട്ടൺ എക്സ്പ്രഷൻ. ഇത്രയും ആസ്പെക്ട്സ് നമ്മൾ നോക്കേണ്ടത്. ഏത് വയസ്സിൽ? ഇത് 6 വയസ്സിന് ശേഷം. 6 വയസ്സ് ഇത്രയും കാര്യങ്ങൾ കുട്ടി കൃത്യമായി ചെയ്യുന്നില്ലേ? കൃത്യമായി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ലെവലിനനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ IQ റിലേറ്റഡ് പഠനവൈകല്യം കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് കുഞ്ഞിന് നോർമൽ IQ കാറ്റഗറി ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നോർമൽ IQ കാറ്റഗറി ഉള്ള ഒരു കുഞ്ഞിന് മാത്രമേ നമ്മൾ പഠനവൈകല്യത്തിന്റെ അസസ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ നമുക്ക് ഏതൊരു സാധാരണ ക്ലിനിക്കിൽ പോയാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അല്ല, ഒരു ലൈസൻസ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ നമ്മൾ ചെന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ടെസ്റ്റിൽ ഇപ്പം നമ്മൾ ADHD ആണ് എന്ന് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് കാണേണ്ടതും ഇതുപോലെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ തന്നെയാണ്. ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് വിവിധ ആളുകളുടെ സേവനം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ADHD ഇമ്പൾസീവ് ടൈപ്പ് ആണ്, കുട്ടി ഇരിക്കുന്നില്ല, കുട്ടിക്ക് ഇന്നറ്റൻഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൈക്കാട്രിക് മെഡിക്കേഷൻസ് വളരെ ചെറിയ ഡോസിൽ ആവശ്യമാണ്. സൈക്കോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കുട്ടിക്ക് ഏത് രീതിയിലാണ് ബിഹേവിയർ തെറപ്പി മാനേജ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കുട്ടിക്കൊരു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ IEP ജനറേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച് ഏത് രീതിയിൽ കുട്ടിക്ക് പോവാം. ഒരു ഫോക്കസ് പോയിന്റ്സ് പഠിക്കാൻ ചിലപ്പോൾ കുട്ടിക്ക് പറ്റും. കുട്ടിയുടെ ലേണിംഗ് കീ നോട്ട്സ് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്താൽ കുട്ടിക്ക് അത് എഴുതാൻ പറ്റും. ഫ്ലാഷ് കാർഡ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ വഴി ഈ കുട്ടിക്ക് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒന്നിലധികം മേഖലകളിലുള്ള വിദഗ്ധരുടെ സേവനം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പം ഇൻ കേസ് ഇതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നിലേക്ക് എത്തുന്ന ഒരു കുട്ടി പ്രായപൂർത്തിയാകുമ്പം അല്ലെങ്കിൽ നാളെ ഒരു ജോലി സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം ഈ ADHD മുന്നോട്ടും ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അത് എങ്ങനെയാണ് ഇപ്പൊ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത്? അതായത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മേഖലകളിൽ ആദ്യം അതെടുക്കാം. എന്തായിരിക്കും ഏറ്റവും വരുന്ന ട്രബിൾ? ഇവർ ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, ഇവർ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ.
ഇവർക്ക് ആ ഡെഡ് ലൈൻസിനെ പറ്റി ഇവർ മറന്നുപോകും, ഇവർ ബോധേഡ് ആയിരിക്കില്ല, ഇവർക്ക് ധൃതിയിലായിരിക്കും ഒരു കാര്യം ഇമ്പൾസീവ് ആയിട്ട് പ്രസന്റ് ചെയ്യണം, ഒരു മീറ്റിംഗിൽ സമയത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരിക, ഒരു കാര്യം അതിന് സമയം ലൈക്ക് ഡെഡ് ലൈൻസ് ഇവർ മറന്നു പോവുക, ഡെഡ് ലൈൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റാതെ വരിക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇവർ അപ്പാടെ അത് കയ്യിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്യേണ്ട സമയത്ത് അപ്പോഴായിരിക്കാം അവർക്കൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റാതെ വരിക. തീർച്ചയായും ബാധിക്കും. ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരിക. ഇവർ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, ഇവർ എല്ലാം ഫോർഗെറ്റ്ഫുൾ ആയിട്ടുള്ളവർ, എപ്പോഴും ADHD ഉള്ളവരെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കുട്ടികൾ ബ്രൈറ്റ് ആണ്, പക്ഷെ എപ്പോഴും കിട്ടുന്ന ഒരു കാര്യം ഇവർ ഇൻകൺസിസ്റ്റന്റ് ആണ്. ബ്രൈറ്റ് ബട്ട് ഇൻകൺസിസ്റ്റന്റ്, ഇതാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ട്രോക്ക്. അങ്ങനെയാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരാം. ഇവരെ ഇതുപോലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ പെൺകുട്ടികളിൽ കാണുന്നത് ചിലപ്പം ഇൻഅറ്റൻഷൻ രീതിയിലുള്ള ADHD പാറ്റേൺസ് ആണെങ്കിൽ, ആൺകുട്ടികളിൽ കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് രീതിയിലുള്ള പാറ്റേൺസ് ആയിരിക്കും. പെൺകുട്ടികളിലും ഉണ്ട് ഉറപ്പായിട്ടും. കുട്ടിയായാലും വലിയ ആളുകളാണെങ്കിലും ADHDയുടെ ഫീച്ചേഴ്സ് ട്രീറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അഡൾട്ടിലേക്ക് വരുന്നു. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതുപോലെ ഈ പറഞ്ഞ ലൈക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ വരാം. പിന്നെ ഇവർക്ക് ലൈക്ക് ഇത് ഓവർ ക്രിറ്റിസിസം കാരണം ഇവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ, പ്രോബ്ലം സോൾവിങ്ങിൽ പ്രശ്നങ്ങൾ വരാം. അതുപോലെ ഇവർക്കൊരു ആൻസൈറ്റി ഇഷ്യൂസ് വരാം. അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കാം. അപ്പം ട്രീറ്റ്മെന്റ് കൃത്യസമയത്ത് എടുത്തില്ലെങ്കിൽ അഡൽട്ട് ADHD ഈസ് ഗോയിങ് ടു ബി എ ബിഗ് മെസ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? ലൈഫ് പിന്നെ നമുക്കതിൽ എന്താണെന്നും പറയാനില്ല സത്യത്തിൽ. അപ്പൊ ചെറിയ പ്രായത്തിൽ തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഏത് സ്റ്റേജിലാണെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഗെറ്റ് എ ട്രീറ്റ്മെന്റ്. ഈ ADHDയുടെ കാര്യത്തിൽ മെഡിക്കേഷൻ ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. എപ്പോഴും കൺഫ്യൂഷനൊക്കെ വരാറുണ്ട് നമുക്ക്. മെഡിസിൻ വേണോ, സൈക്യാട്രിക് മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രോമയൊക്കെ ചെറുതായിട്ടൊക്കെ എപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കൂടെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രത്യേകിച്ച് ADHDക്കൊക്കെ, ADHDൻ്റെ ഒരു ലെവലിനെയൊക്കെ ചിലപ്പം അത് എന്താ പറയുക, ഒന്ന് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ബന്ധമുണ്ട്, അങ്ങനെ ഒരു റിലേഷനും ഉണ്ട് വയറും ADHDയും തമ്മിലെന്നൊക്കെ. അങ്ങനെയൊക്കെ വയറും ADHDയും പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. അതായത് ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ തലച്ചോറും നമ്മുടെ ഗട്ടും തമ്മിലുള്ള ആ കണക്ഷനെയാണ് നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. ഇതിനെ കണക്ട് ചെയ്യുന്ന നമ്മുടെ 10th ക്രേനിയൽ നെർവ്, പ്യൂർലി മെഡിക്കൽ ടേം ആണ്, 10th ക്രേനിയൽ നെർവ് ആണ്, വാഗസ് നെർവ് എന്ന് പറയുന്ന ഒരു നെർവ് ആണ് ഈ കണക്ഷൻ. അപ്പൊ ഇപ്പൊ റീസെന്റ് സ്റ്റഡീസ് പ്രകാരം ശരീരത്തിലൂടെ പോകുന്ന ഒരു നമ്മുടെ തലച്ചോറിലെ ഒരു നെർവ് ആണത്. അപ്പം നമ്മൾ ഇപ്പം റീസെന്റ് സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, സന്തോഷത്തിന്റെ ഹോർമോൺ സെറട്ടോണിൻ, ഡോപ്പാമിൻ, ഗാബ, ബ്രെയിനെ കാം ചെയ്യുന്ന ഹോർമോൺ, ഇതൊക്കെ നമ്മുടെ ഗട്ടിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ഗട്ടിലുള്ളത് ഗട്ട് മൈക്രോബയോട്ട എന്ന് പറയുന്ന ഒരു തരം ഗുഡ് ബാക്ടീരിയാസ് ആണ്. ഈ ബാക്ടീരിയാസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഈ കിംചി, കിഫർ, പ്രോബയോട്ടിക്. ഞാൻ ശരിക്കും പാരന്റ്സിനോട് പറയാറുണ്ട്, ഈ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ശരിക്കും സൈക്കോബയോട്ടിക് ആണ്. അത് അത്രയും നമുക്ക് എനർജി തരാനും അത്രയും നമുക്ക് കാംനെസ് പ്രൊവൈഡ് ചെയ്യാനും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാനും നമുക്ക് ഉപകരിക്കും. അപ്പൊ ഒരു അഭേദ്യമായ ബന്ധം ഉണ്ട്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പം നമുക്കറിയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ മൂഡ് അനുസരിച്ചല്ലേ നമ്മുടെ ഭക്ഷണശീലങ്ങൾ പോലും. ഈ ഇമോഷണൽ ഈറ്റിങ്ങിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്, ചിലർ ഓവർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിലേക്ക് പോവാറുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വളരെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ എന്നുള്ളത് രീതിക്ക് വേണം അതിനെ. പഴയ ആൾക്കാർ എന്താണോ നമ്മൾ കഴിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ, അതായത് അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതാണ് പുറത്തേക്ക് വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ വളരെ കറക്റ്റ് ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. പഴയ പോയിന്റ് ഓഫ് വ്യൂ അല്ല പഴയ പോയിന്റ് ഓഫ് വ്യൂ ആണ് ആക്ച്വലി. അതായത് ഇത് കാലപ്പഴക്കമേറിയ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്, പക്ഷെ ഇപ്പോഴും അത് പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കുറച്ചും കൂടെ സ്റ്റഡീസ് ഒക്കെ സയന്റിഫിക് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയാസും ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ച് നല്ല ബാക്ടീരിയാസ് ഉണ്ടാവുന്നു. ഈ ബാക്ടീരിയാസ് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ മൂഡിനെയും നമ്മുടെ എനർജിയെയും നമ്മുടെ ഹെൽത്തിനെയും ഈവൻ നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ വരെ കൺട്രോൾ ചെയ്യാനുള്ള കരുത്ത് ഈ ബാക്ടീരിയാസിനുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് ഫുഡിനും സൈക്കോബയോട്ടിക് ഫുഡുകൾക്കും കിഫർ, കിംചി, പ്രിസർവേറ്റീവ്സ് മാക്സിമം കുറയ്ക്കുക, ഹൈഡ്രേഷൻ കൂട്ടുക, ഉറക്കവുമായിട്ട് ഒരു ബന്ധമുണ്ട്.
നമ്മൾ ഉറക്കം നന്നായാൽ മാത്രമാണ് സ്ലീപ്പ് സൈക്കിൾ, വേക്കപ്പ് സൈക്കിള്, ഇതൊക്കെ നമുക്ക് ADHD ആയിട്ട് ലിങ്ക് ചെയ്യാം. ഇവർക്കൊരു റുട്ടീൻ കൊടുത്താൽ തന്നെ ഇവരുടെ ആൻസൈറ്റി 50% കുറയും. എന്ത് ചെയ്യണം എന്നുള്ളൊരു സ്ട്രക്ചർ കൊടുത്താൽ തന്നെ ഇവരുടെ ആൻസൈറ്റി കുറയും. ഇവരെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാതെ, ഇപ്പൊ നമ്മൾ എപ്പോഴും ഇവരോട് പറയാറുണ്ട്, നമ്മുടെ അടുത്ത് വരുന്ന ട്രീറ്റ്മെന്റ് സെറ്റിങ്ങിൽ നമ്മുടെ തെറപ്പി പാർട്ടൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങളൊരു ഡെയിലി പ്ലാനർ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കൂ. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ 5 കാര്യത്തിൽ 2 ചിലപ്പോൾ ചെയ്യാൻ പറ്റുകയായിരിക്കാം. നിങ്ങളുടെ എക്സസൈസ് ആയിരിക്കാം അത്, ഉറക്കവും എഴുന്നേക്കും സമയത്തിന്റെ വ്യത്യാസങ്ങളായിരിക്കാം അത്, സ്ക്രീൻ ടൈം ആയിരിക്കാം അത്. കാരണം ഇവർക്ക് ഈ പറഞ്ഞതുപോലെ എന്തിലെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റിമുലേഷൻ കിട്ടിക്കൊണ്ടിരുന്നാൽ, അതുപോലെ നമ്മൾ ഈ അഡൽട്ട് ADHD എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിനിക്കിൽ വരുന്ന ഒരു സെറ്റിംഗ് ആണ് ഷോപ്പഹോളിസം. ഷോപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അതിലാണ് അവർക്ക് ഒരു ഡോപാമിൻ റിലീസ് കിട്ടുന്നത്. വീഡിയോ, ഈ ന്യൂഡ് ഫോട്ടോസോ അല്ലെങ്കിൽ പോൺ വീഡിയോസിലുള്ള ഒരു അഡിക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിന്റെയൊക്കെ എന്താണ് ഇതിന് മുമ്പിൽ ഉണ്ടായിരുന്ന കാര്യം എന്ന് അന്വേഷിക്കുമ്പോഴാണ് ശരിയാണ് ഇവർക്ക് ഒരു ഇന്നറ്റൻഷൻ അല്ലെങ്കിൽ ADHD ആയിരുന്നു കാരണമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്താണോ കാണുന്നത് അത് വെച്ച് ആളുകളെ ജഡ്ജ് ചെയ്യും, ബ്രാൻഡ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതെ, ചെറിയ പ്രായത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാം. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയത്തിൽ നിന്നും കുറേ കൂടെ കൂടുതൽ ശ്രദ്ധ വേണ്ട, കൂടുതൽ പരിഗണന വേണ്ട. മാം പറഞ്ഞ പോലെ കോൺഷ്യസ് പാരന്റിങ് തീർച്ചയായും വേണ്ട ഒരു സംഭവം തന്നെയാണ്. റൈവൽറി മുതൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞു നിർത്തിയ ADHD പോലെയുള്ള അല്ലെ സാഹചര്യം, ഇതെല്ലാം നമ്മൾ ഇപ്പൊ പറഞ്ഞത് ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദ മാൻ. ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പൊ ഒരു കുഞ്ഞിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം ഈ കുഞ്ഞ് വലുതായി ഇനി വേറൊരു തലമുറയെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. ആ രീതി മതി നമുക്ക്. ആ കോൺഷ്യസ് പാരന്റിങ് അത്രയും ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ജനറേഷനിലേക്കും കൂടെ എത്താൻ. നിങ്ങൾ വഴക്ക് പറഞ്ഞോളൂ, നിങ്ങൾ ദേഷ്യപ്പെട്ടോളൂ, നിങ്ങൾ എങ്ങനെയും കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യൂ. പക്ഷെ അവന്റെ ഇന്റഗ്രിറ്റീനെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ, അവന്റെ സെൽഫ് എസ്റ്റീമിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാവട്ടെ അത്. എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ കേട്ടിട്ട് ഞാനടക്കമുള്ള പാരൻസിന് ഇനി മുന്നോട്ടും ഈ ഒരു സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് പെരുമാറുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനും പറ്റുന്നതാണ്. ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ഒരു ടോപ്പിക്കിൽ, കുട്ടികളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ തന്നെ കുറേ കൂടെ വിശദമായിട്ട് ഇരുന്ന് കുറേ കൂടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു സെഷനിലെ ടൈമിൻ്റെ വിഷയം കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിഷ.